സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് നമുക്കൊരു പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ പാസ്റ്റിലെ കാർഡ് വന്നാണ് കിങ് ഓഫ് വാൺസ് ആണ്. അതായത് ഹാർഡ് വർക്ക് ചെയ്ത് തൻ്റെ പാഷൻ്റെ ലോകത്ത് കഠിനാധ്വാനം ചെയ്ത് ഒരു ലോങ് ടേം സക്സസ് നേടിയ ഒരു നേതാവിനെയാണ് ഇവിടെ കാണുന്നത്. രണ്ടാമത്തെ കാർഡ് എന്താണ്? പ്രസൻറ്റിൽ വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് സമൃദ്ധിയുടെ കാർഡാണ്. ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഉള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഉദാരമായി മറ്റുള്ളവരെ സഹായിക്കുന്നു. ചാരിറ്റിക്കൊക്കെ ഒരുപാട് സമ്പത്ത് നൽകുന്നു എന്നുള്ളതാണ് 6 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിരിക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ കാർഡ് എന്താണ് നോക്കുമ്പോൾ അവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇങ്ങനെ സാമ്പത്തികം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് ഷോർട്ടേജായി. അതുകൊണ്ട് വരവ് ചെലവുകളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞിരിക്കുന്നത്. പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി വേണം നമ്മൾ പണത്തിന് ഉപയോഗിക്കാൻ. അതുകൊണ്ട് വരവ് ചെലവുകളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ മൂന്നാമത്തെ കാർഡ്, ഫ്യൂച്ചറിൻ്റെ കാർഡ് പറയുന്നത്. വരവനുസരിച്ച് ചിലവ് ചെയ്യുക എന്ന് പറയുമല്ലോ, അതാണ് ഇവിടെ മൂന്നാമത്തെ ഫ്യൂച്ചർ എന്നുള്ള കാർഡ് പറയണത്. അപ്പോൾ ഒരു ഭാഗത്ത് പാഷൻ്റെ ലോകത്തിൽ ലീഡറായി വലിയ സക്സസ് ആടി ഒരുപാട് സമൃദ്ധി നേടി. അതായത് വരവ് നോക്കാതെ ഉദാരമായി സംഭാവന ചെയ്ത് ഫ്യൂച്ചറിൽ എന്താ വന്നുവെച്ചാൽ അവിടെ കുറച്ച് ബുദ്ധിമുട്ടായി. അതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തുക, വരവ് ചെലവുകളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ ടാരോയുടെ ഗൈഡൻസ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.